ഹായ് ഓൾ വെൽക്കം ടു ദ നെക്സ്റ്റ് വീഡിയോ ഓഫ് റൈറ്റ് ടു സക്സസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് +2 എക്കണോമിക്സിലെ മാക്രോ എക്കണോമിക്സിലെ 12 ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വേറെ എന്തൊക്കെ പഠിച്ചില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു 12 ഷുവർ ക്വസ്റ്റ്യൻസ് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും പഠിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എല്ലാവരും പഠിച്ചു തുടങ്ങിയാലോ ഇല്ലയോ, പഠിച്ചു എന്നൊക്കെ തുടങ്ങിയോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ചാനൽ ആദ്യമേ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയ ചാനലാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. +2 മാക്രോ എക്കണോമിക്സിൽ എന്തൊക്കെയാണ് പഠിക്കാനായിട്ടുള്ളത്. മൈക്രോ എക്കണോമിക്സിൽ നമ്മുടെ എന്താണ് 10 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഷുവർ ക്വസ്റ്റ്യൻസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാദ്യം വേഗം പോയിട്ട് കാണാം. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയും ഫുൾ മുഴുവനായിട്ട് കാണാം കേട്ടോ. ഫ്രണ്ട്സിനും കൂടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക, അപ്പോൾ അവരും കൂടിയിട്ട് പഠിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, മാക്രോ എക്കണോമിക്സ് എമർജൻസ് ഓക്കെ എന്നാണ്. ഓക്കെ, ഇത് ഒരു മാക്രോ എക്കണോമിക്സിൻ്റെ എമർജൻസ് പഠിക്കുമ്പോൾ നമ്മൾ ആ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടി പഠിക്കുന്നുണ്ട്. ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1929 കൂടി നമ്മൾ ഈ ഒരു കൂട്ടത്തിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് പറയാം, മാക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1929 വന്നത്. ഓക്കെ, അപ്പോൾ ഗ്രേറ്റ് ഡിപ്രഷൻ 1913 നടന്നത് എന്നുണ്ടെങ്കിലും ഗ്രേറ്റ് ഡിപ്രഷൻ ഇങ്ങനെ എന്തെന്നാണ് അറിയപ്പെടുന്നത്, 1929 എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഇങ്ങനെ ഇടാം. ഓക്കെ, ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1929 വഴിയിട്ടാണ് മാക്രോ എക്കണോമിക്സ് വന്നത്. ഓക്കെ, അപ്പോൾ ആ ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായതോടുകൂടി ഒരുപാട് പേർക്ക് അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടായി, ഒരുപാട് പേര് മരിക്കാൻ തുടങ്ങി, പിന്നെ അതുപോലെ തന്നെ പോവേർട്ടിയിലേക്ക് രാജ്യം പോകാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ യിലാണ് നമുക്ക് ഈ ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ട് പിന്നെ മാക്രോ എക്കണോമിക്സ് അതോടെയാണ്. അപ്പോൾ ആ ഒരു ഗ്രേറ്റ് ഡിപ്രഷനിലൂടെയാണ് നമ്മുടെ ആരാണ് ജെ എൻ കെയ്ൻസ് എന്ത് കൊണ്ടുവന്നത്, ജെ എൻ കെയ്ൻസ് എന്ന് പറയുന്ന എക്കണോമിസ്റ്റ് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറയുന്ന ബുക്ക് കൊണ്ടുവന്നു. ആ ബുക്കിൻ്റെ പേര് മറന്നു പോകരുത്. ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. ഏത് ഇയറിലാണ്? 1936 കൊണ്ടുവന്നത് അദ്ദേഹം. ഓക്കെ, അപ്പോൾ അതോടുകൂടിയാണ് മാക്രോ എക്കണോമിക്സിൻ്റെ എമർജൻസ് ഉണ്ടായത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്ന ആ ഒരു എന്താണ് മാക്രോ എക്കണോമിക്സ് ആണ് സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം. ഓക്കെ, അപ്പം നമുക്ക് 2 എക്കോണമി ഒക്കെ ഫേമും ഹൗസ് ഹോൾഡും എന്ന 2 എക്കോണമി ഉണ്ട് എന്നാണ് നമുക്ക് എവിടെ പറയുന്നത്, ഈ ഒരു സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിൽ പറയുന്നത്. ജസ്റ്റ് ഇവിടെ ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം നമുക്ക് ഓൾറെഡി പറഞ്ഞു എത്ര എക്കോണമി ഉണ്ടെന്നാണ് പറയുന്നത്, 2 ഉണ്ടെന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ഹൗസ് ഹോൾഡും പിന്നെ വരുന്നത് ഫേമുമാണ്. ഓക്കെ, ഫേമുമാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഹൗസ് ഹോൾഡ് എന്ത് കൊടുക്കും? ഹൗസ് ഹോൾഡ് ഫേമിന് ആദ്യം എന്ത് കൊടുക്കും? ഓക്കെ, ഹൗസ് ഹോൾഡ് ഫേം. ഓക്കെ, അപ്പം ആദ്യം ഹൗസ് ഹോൾഡ് ഫേമിന് എന്താണ് കൊടുക്കുന്നത്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. എന്ത് കൊടുക്കും? ആരോ മാർക്ക് മാറാതെ ഇടണം കേട്ടോ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കൊടുക്കും. എന്തൊക്കെയാണ് കൊടുക്കുന്നത്? ലാൻഡ്, ലേബർ, ദെൻ ക്യാപിറ്റൽ ഒക്കെ ആരാണ് കൊടുക്കുന്നത്? ഫേം. ഓക്കെ, ഒരു വീട്ടിൽ നിന്നല്ലേ നമ്മൾ ആ ഫേമിലേക്ക് എല്ലാ സാധനങ്ങളും കൊണ്ടുപോകുന്നത്. ഇപ്പം ഒരു എന്താ പറയുക, ഹൗസ് ഹോൾഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു ഹൗസ് ഹോൾഡ് എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, നമുക്ക് ഒരു ഓൺട്രപ്രണർ ഓക്കെ ഒരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്, ഫേം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൗസ് ഹോൾഡിൽ നിന്നാണ് ഈ പ്രൊഡക്ഷനും ലാൻഡും ഇതെല്ലാം കൊണ്ടുപോകുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഫേം ഹൗസ് ഹോൾഡിന് എന്ത് കൊടുക്കുന്നുണ്ട്? അപ്പോൾ ഈ ഫേം ഹൗസ് ഹോൾഡിന് എന്ത് കൊടുക്കുന്നുണ്ട്? ഫാക്ടേഴ്സ് ഇൻകം. ഓക്കെ, ഇൻകം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ ഈ ഫേം ഹൗസ് ഹോൾഡ്. എന്ത് പ്രൊവൈഡ് ചെയ്യും? ഇൻകം. എങ്ങനെ? റെൻറ്റ് ആയിട്ട് കൊടുക്കും, വേജ് ആയിട്ട് കൊടുക്കും, പിന്നെ ഇൻട്രസ്റ്റോ പ്രോഫിറ്റോ ആയിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഫേം ആർക്ക് കൊടുക്കുന്നുണ്ട്? ഹൗസ് ഹോൾഡിന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഹൗസ് ഹോൾഡ് വീണ്ടും ഫേമിന് കൊടുക്കുന്നുണ്ട് എക്സ്പെൻഡിച്ചർ ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസിനുള്ള ചിലവിനുള്ള പൈസ ആര് കൊടുക്കുന്നുണ്ട്? ഹൗസ് ഹോൾഡ്. എന്നാർക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഫേമിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ വാങ്ങുമല്ലോ. ഓക്കെ, അപ്പോൾ അതൊക്കെ പൈസ ഹൗസ് ഹോൾഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഫേം ഹൗസ് ഹോൾഡിന് എന്ത് കൊടുക്കുന്നുണ്ട്? സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഓക്കെ, പൈസ കൊടുക്കുമ്പോഴത്തേക്കും ഗുഡ്സ് ആൻഡ് സർവീസസ് സപ്ലൈ ചെയ്യുന്നുണ്ട് ആര്? ഫേം ഹൗസ് ഹോൾഡിന്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്? ഹൗസ് ഹോൾഡ് എന്ത് കൊടുക്കുന്നുണ്ട്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കൊടുക്കുന്നുണ്ട്. ഫേം അപ്പോൾ എന്ത് തിരിച്ചു കൊടുക്കും? ഫാക്ടേഴ്സ് ഓഫ് ഇൻകം കൊടുക്കും. പിന്നെ വീണ്ടും ഹൗസ് ഹോൾഡ് ഫേമിന് എന്ത് കൊടുക്കുന്നുണ്ട്? എന്താണ് കൊടുക്കുന്നത്? എക്സ്പെൻഡിച്ചർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ദെൻ ഫേം ഹൗസ് ഹോൾഡിന് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഓക്കെ,
ദെൻ നെക്സ്റ്റ് വരുന്നതാണ് മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം. മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം നമുക്ക് 2-3 രീതിയിലാണ് മെഷർ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇൻകം മെത്തേഡ്, ദെൻ എക്സ്പെൻഡിച്ചർ മെത്തേഡ് ആൻഡ് പ്രോഡക്റ്റ് മെത്തേഡ് എന്ന 3 മെത്തേഡിലാണ്. ഓക്കെ, അപ്പോൾ ഇത് 8 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് 5 മാർക്ക് വരെ പോകത്തുള്ളൂ, അതിൽ കൂടുതൽ പോകത്തില്ല. ഇതൊരു 3 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും 3 മാർക്കിനാണ് എമർജൻസി ഓഫ് മാക്രോ എക്കണോമിക്സ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം എന്തായാലും പഠിക്കണം. ഓക്കെ, അപ്പോൾ 3 മെത്തേഡ്സും 8 മാർക്കെന്ന് പറയുമ്പോൾ അറിയാം, നമുക്ക് ആ ഒരു ഇക്വേഷൻ മാത്രം എഴുതിയാൽ നമുക്ക് ഒരിക്കലും 8 മാർക്ക് കിട്ടത്തില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ ആ ഒരു ചാപ്റ്ററിൽ തന്നെ വരുന്നൊരു ക്വസ്റ്റ്യനാണ്. ലാസ്റ്റ് പോർഷനിൽ വരുന്ന ക്വസ്റ്റ്യനാണ് GDP ആൻഡ് വെൽഫെയർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, GDP എങ്ങനെയാണ് എക്കോണമിയുടെ വെൽഫെയറിനെ ഹെൽപ്പ് ചെയ്യുന്നത്? ഓക്കെ, പോയിന്റ്സ് ഉണ്ട്. ഇൻഇക്വാലിറ്റി ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, പിന്നെ GDP ആൻഡ് നോൺ മോണിറ്ററി എക്സ്ചേഞ്ചസ്, പിന്നെ GDP ആൻഡ് ഹാംഫുൾ ഗുഡ്സ്. ഓക്കെ, അപ്പോൾ ആ ഒരു 3 പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പഠിക്കുക. കാരണം 3 മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്നത്. ആ ഒരു 3 പോയിന്റ് പഠിച്ചു വെക്കാം. ദെൻ നെക്സ്റ്റ് മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമുക്ക് വരുന്ന ക്വസ്റ്റ്യനാണ് ബാർട്ടർ സിസ്റ്റം. ഓക്കെ, നല്ല ഒരുപാട് വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് കേട്ടോ മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഒരു പൈസ കൊടുത്താണ് ഒരു സാധനം വാങ്ങുന്നത് അല്ലേ. അപ്പോൾ ഞാൻ ഈ ഒരു ബുക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ പൈസ കൊടുത്താണ് വാങ്ങിയിട്ടുള്ളത് അല്ലേ. പണ്ടത്തെ കാലത്താണെന്നുണ്ടെങ്കിൽ എന്താണ്, എനിക്ക് ബുക്ക് വാങ്ങണമെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും അവർക്ക് ഈ ബുക്ക് എനിക്ക് തരാമെന്ന് ഈ ബുക്ക് സെല്ല് ചെയ്യുന്ന ആൾക്ക് ഞാൻ അയാൾക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും സാധനം കൊടുക്കുമ്പോൾ അയാൾക്ക് എനിക്ക് ബുക്ക് തരും. അങ്ങനെയായിരുന്നു പണ്ട് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിന് ഒരുപാട് ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? ആബ്സെൻസ് ഓഫ് കോ ഇൻസിഡൻസ് ഓഫ് വാൺസ്. ദെൻ എന്താണ്, എനിക്ക് 2 പേർക്കും ഒരു ആവശ്യമായിരിക്കത്തില്ല. ഓക്കെ, അപ്പോൾ അദ്ദേഹം എനിക്ക് ബുക്ക് വേണം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു അരി കൊടുക്കാമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അരിയുടെ ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഒരു തർക്കം ഉണ്ടാവും. പിന്നെ ആബ്സെൻസ് ഓഫ് കോമൺ മെഷർ ഓഫ് വാല്യൂ, ലാക്ക് ഓഫ് സ്റ്റോർ ഓഫ് വാല്യൂ. ഓക്കെ, അപ്പം ഒരു 5 പോയിന്റ്സ് പഠിച്ചു വയ്ക്കുക. 5 പോയിന്റ്സാണ് നിങ്ങൾ ടെക്സ്റ്റുള്ള, അത് 5 പഠിക്കാം. ദെൻ ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക് ഉറപ്പായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ സെൻട്രൽ ബാങ്ക് ഏത് വർഷമാണ് നിലവിൽ വന്നത്? 1935. ഓക്കെ, അതും കൂടിയിട്ട് നോക്കി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഇഷ്യൂ ഓഫ് കറൻസി, ബാങ്കേഴ്സ് ടു ഗവൺമെൻറ്, കൺട്രോളർ ഓഫ് മണി സപ്ലൈ, ദെൻ എന്താണ് ലെൻഡർ ടു ലാസ്റ്റ് റിസോർട്ട്, നാഷണൽ ക്ലിയറിംഗ് ഹൗസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ഒരു 8 എണ്ണം പഠിച്ചു വയ്ക്കുക. കാരണം 8 മാർക്കിന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 8 പോയിന്റ് എഴുതണം. ദെൻ ഫങ്ഷൻസ് ഓഫ് മണി ഉണ്ട്. ഓക്കെ, മണി ഉണ്ട്, ആ ചാപ്റ്റർ ആദ്യം വരുന്നതാണ്. ഫങ്ഷൻസ് ഓഫ് മണി എന്ന് പറയുമ്പോഴത്തേക്കും പ്രൈമറി ഫംഗ്ഷൻ, സെക്കൻഡറി ഫംഗ്ഷൻ, കണ്ടിജൻറ്റ് ഫംഗ്ഷനും ഉണ്ട്. ആ 3 ഫംഗ്ഷനും പറ്റിയിട്ട് പോയിന്റ്സ് പഠിച്ചു വയ്ക്കുക. 8 മാർക്കിലാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതെല്ലാം എഴുതണം. ദെൻ പോളിസി ടു കൺട്രോൾ മണി സപ്ലൈ. ഓക്കെ, മണി സപ്ലൈ കൺട്രോൾ ചെയ്യാനുള്ള പോളിസീസ് ഏതൊക്കെയാണെന്നാണ്. ഓക്കെ, അത് ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന തന്നെയാണ്. ഇത് ഇപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെയാണ്? റിസർവ് റേഷ്യോ, റിപ്പോ റേറ്റ് വരുന്നുണ്ട്, പിന്നെ എന്താണ് വരുന്നത്? ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 പഠിക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് M1, M2, M3, M4. അപ്പോൾ ഇക്വേഷൻ ഉണ്ടല്ലോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, വേഗം പോയി നോക്കാം കേട്ടോ. ഇക്വേഷൻ ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ, ആ ഇക്വേഷനും കൂടിയിട്ട് ഈ ഒരു ഇത് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നമ്മളിപ്പോൾ എത്ര ക്വസ്റ്റ്യൻ നോക്കി? 9 ക്വസ്റ്റ്യൻ നോക്കി. ഇനി നമുക്ക് 3-4 ക്വസ്റ്റ്യൻ കൂടിയാണ് ഉള്ളത്. എന്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗവൺമെൻറ് ബഡ്ജറ്റ്? ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നാണ്. ഓക്കെ, ആ അടുത്ത ചാപ്റ്ററിൽ വരുന്നതാണ്. ഓക്കെ, നമ്മുടെ ഈ ഒരു മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്നതിൻ്റെ അടുത്ത ചാപ്റ്ററിൽ വരുന്നതാണ്. എന്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അത് പഠിക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഗവൺമെൻറ് ബഡ്ജറ്റ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഗവൺമെൻറ് ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഗവൺമെൻറ് ബഡ്ജറ്റ്, പിന്നെ അതിനെ ക്ലാസിഫൈ ചെയ്തതിന് ശേഷം എന്തൊക്കെയാണ്? റവന്യൂ ബഡ്ജറ്റ്, ദെൻ ക്യാപിറ്റൽ ബഡ്ജറ്റ്, ദെൻ വീണ്ടും റവന്യൂ ബഡ്ജറ്റിനെ ക്ലാസിഫൈ ചെയ്ത് റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ആ ഒരു ബോക്സ് അതുപോലെ പഠിച്ച് വെക്കാം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഈ ഒരു ബോക്സ് തന്നതിന് ശേഷം ഇത് ഇപ്പോൾ ഇങ്ങനെ തന്നതിന് ശേഷം ഇവിടെ ഒരു ചോദിക്കും, ഇവിടെ എന്താണ് ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ ഇവിടെ എന്താണ് അങ്ങനെ ചോദിക്കും. അതുകൊണ്ട് അത് ബോക്സിനും പഠിക്കാം. ദെൻ വേ ടു ക്രിയേറ്റ് ലിങ്കേജ് വിത്ത് അതർ കൺട്രീസ്. നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ വരുന്നതാണ് മാക്രോ എക്കണോമിക്സിലെ ലാസ്റ്റ് ചാപ്റ്റർ വരുന്ന പോർഷനാണ് വേ ടു ക്രിയേറ്റ് എക്കോണമീസ്. ഏതൊക്കെയാണ്? ഔട്ട്പുട്ട് മാർക്കറ്റ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്, ലേബർ മാർക്കറ്റ്. 3 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണിത്. ഇത് നമുക്ക് ഏത് മാർക്കിനാണോ ചോദിക്കാവുന്നതാണ്. ഇത് 5 മാർക്കിനോ 3 മാർക്കിനോ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ, ദെൻ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് നമ്മുടെ മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്നതാണ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും പഠിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയും എല്ലാവരും പഠിക്കുമെന്ന് വിശ്വസിക്കുന്നു. മൈക്രോ എക്കണോമിക്സിലെ വീഡിയോ കൂടിയിട്ട് എല്ലാവരും കാണുക കേട്ടോ. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ വൈസ് ഉള്ളത് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഫ്രണ്ട്സിനും കൂടിയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.